നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മുടെ ചാനൽ വെറും സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ്. അപൂർവമായിട്ട് ചില പ്രോഗ്രാമുകൾ മാത്രമാണ് സിനിമ അല്ലാത്ത ചെയ്തിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സാർ മരിച്ചപ്പോഴൊക്കെ ചെയ്തതുപോലെ. എന്തായാലും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച്, ഉരുൾപൊട്ടലിനെ കുറിച്ച് ചെയ്ത പ്രോഗ്രാം ഒരുപാട് പേരുടെ കണ്ണു തുറക്കാൻ ഇട നൽകിയെന്ന് എന്നെ തന്നെ വിളിച്ചു പറഞ്ഞു. ഒരു ഉരുൾപൊട്ടൽ എല്ലായിടത്തും നടക്കുന്ന പോലെ നടന്നല്ലേ എന്ന് പറഞ്ഞ് പലരും ഇഗ്നോർ ചെയ്തതാണ്. നമ്മുടെ കയ്യിൽ പല വിഷ്വലുകൾ കണ്ടപ്പോഴും സാറേ അത് കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല സാറേ, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാം അത്രയും സക്സസ് ആയി എന്നാണ്. എന്തായാലും ഇന്നലെ പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നാട്ടിൽ ജനിച്ച് ഒരുമിച്ച് ജീവിച്ച, പിണങ്ങിയും ഇണങ്ങിയും തമാശ പറഞ്ഞും പരിഭവം കാണിച്ചും ഒക്കെ ജീവിച്ച എല്ലാ ജാതി മതസ്ഥരെയും ഒന്നിച്ച് അന്ത്യനിദ്ര കൊള്ളുന്നതിന് വേണ്ടി 31 മൃതദേഹങ്ങൾ, 154 ശരീരഭാഗങ്ങൾ, ആരുടെയെന്ന് പോലും അറിയാത്ത 154 ശരീരഭാഗങ്ങൾ ഒന്നിച്ചടക്കി. തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ ഇനിയും മേപ്പാടിയിലുണ്ടെന്ന് പറയുന്നു മോർച്ചറിയിൽ. DNA സാമ്പിൾ എടുത്ത ശേഷം പുത്തുമലയിൽ തന്നെ, ഈ അടക്കിയിടത്ത് തന്നെ അവരെയും അടക്കും. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് തിരിച്ചറിയാനാകാതെ പോയ ഹതഭാഗ്യരെ ഒന്നിച്ചടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഭൂകമ്പം ഉണ്ടായപ്പോൾ, ഗുജറാത്തിലൊക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഇതുപോലെ എല്ലാവരെയും ഒന്നിച്ച് അടക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന ഹാരിസൺ മലയാളത്തിൻ്റെ തേയിലത്തോട്ടമാണ് ഇത്തവണ സർക്കാർ പൊതു ശ്മശാനമായി മാറ്റിയത്. 2019 ഉരുൾപൊട്ടലിൽ മരിച്ച് ഇനിയും ഇതുവരെയും കിട്ടാതെ പോയ 5 പേർ ആ മണ്ണിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ മേളിലാണ് ഇവരെ അടക്കിയത്. ഓരോ ശരീരഭാഗവും ഒരു മൃതദേഹമായിട്ടാണ് അടക്കം ചെയ്തത്. കുഴിമാടത്തിലെ കോൺക്രീറ്റ് കല്ലിൽ DNA നമ്പർ എഴുതി വച്ചിട്ടുണ്ട്. DNA വെച്ച് ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാം. ഗാർഡ് ഓഫ് ഓണറും മന്ത്രിമാരുടെ റീത്തുവയ്ക്കലും സർവമത പ്രാർത്ഥനയും ഒക്കെ നൽകി മാന്യമായാണ് ഈ അജ്ഞാതമായ ഇത്രയും 31 മൃതശരീരങ്ങളും 154 ശരീരഭാഗങ്ങളും അടക്കിയത്. ദുരിതാശ്വാസ നിധിയിൽ ജൂലൈ 30 മുതലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്ന പൈസ വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് മാത്രമേ ചിലവാക്കൂ എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആഗസ്റ്റ് 5-ാം തീയതി വരെ, ഇന്നലെ വരെ 284.89 കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരു 11 ലക്ഷം രൂപ കൂടെ വന്നാൽ 285 കോടി രൂപ വന്നു. എത്ര പോയെന്ന് പറ, എത്ര വേണമെന്ന് പറ എന്നൊക്കെ ഒരുത്തൻ അവിടെ ലൊക്കേഷനിൽ ചെന്ന് നിന്ന്, ആ ദുരന്ത ഭൂമിയിൽ ചെന്ന് വാചോടിക്കാനായിട്ട്. എന്തായാലും മുഖ്യമന്ത്രിയോ കേരളത്തിൽ നിന്ന് ഒരാളോ യാചിക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് എത്ര വേണമെന്ന് പറ, ഞങ്ങൾ എത്ര തരാമെന്ന് പറയാം എന്നൊക്കെ പറഞ്ഞ് വാചോടിക്കുന്നുണ്ട്. അർഹതപ്പെട്ടതാണെന്ന് തോന്നിയാൽ മാത്രം തരട്ടെ. ഇന്നലെയും 1174 പേർ വിവിധ സേനകളിൽ നിന്നും തെരച്ചിലിനായി പങ്കെടുത്തു. 84 ഹിറ്റാച്ചികൾ, 5 JCBകൾ, 112 ടീമുകളായി 913 വോളണ്ടിയർമാരും പ്രദേശവാസികളും അവരെ സഹായിക്കുന്നു. പത്രങ്ങളൊക്കെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ട് എല്ലാവരുടെ സ്റ്റോറിയും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അല്ലെങ്കിൽ തന്നെ മസ്തിഷ്ക മരണം, ഒരാളിൻ്റെ മരണം സ്ഥിരീകരിച്ചു, 4-5 പേർ ആശുപത്രി കിടക്കുന്നു. അങ്ങനെ വേറെ വാർത്തകൾ വരുമ്പോൾ ഉരുൾപൊട്ടൽ സ്വാഭാവികമായിട്ടും പുറകിലേക്ക് പോകുമല്ലോ. പക്ഷേ സർക്കാർ പോകുന്നില്ല. മന്ത്രിമാരവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇന്ന് ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു കമൻറ്റ് നിങ്ങളുടെ പറയാം. വെള്ളം താഴ്ന്നു തുടങ്ങി, ഇനിയുള്ളത് ചെളിയാണ്, നമുക്ക് പരസ്പരം ചെളി വാരി എറിയാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കണ്ട ഏറ്റവും അർത്ഥവത്തായ ഒരു കമൻറ്റ്. 100% അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ മലയാളികളല്ലേ,
നമുക്ക് വിവാദങ്ങൾ ഉണ്ടായില്ല എങ്കിൽ, ആരെങ്കിലും പേർത്ത് ചെളിവാരി എറിഞ്ഞില്ല എങ്കിൽ ഉറക്കം വരാത്ത ഒരു സ്വഭാവമുള്ളവരാ ഭൂരിപക്ഷം. പുതിയ വിവാദം കണ്ടില്ലേ? മോഹൻലാൽ പട്ടാള വേഷത്തിൽ എന്തിന് വയനാട്ടിൽ പോയി? മേജർ രവി, പേര് തന്നെ മേജർ രവിയാണ്, പക്ഷെ അദ്ദേഹം എന്തിന് യൂണിഫോം വിട്ടു എന്നുള്ള പുതിയ വിവാദങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിലെന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, ഞാൻ ചിലപ്പോൾ കണ്ട് പൊട്ടിച്ചിരിക്കാറുള്ള ഒരു പ്രോഗ്രാമറായിരുന്നു ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുത്തൻ. പക്ഷേ സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ച ഒരു കലാകാരനെ, മോഹൻലാലിനെ, അവൻ എടാ പട്ടി തെണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഭാഷയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ യൂട്യൂബർക്ക് കുറച്ച് ജനറൽ നോളജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. അയാൾക്ക് ഒട്ടും ജനറൽ നോളജ് ഇല്ല എന്ന് അയാളുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ജോസ് അലക്സ് എന്നാണല്ലോ ചെകുത്താൻ്റെ പേര്. അയാൾ പറയുന്ന അസഭ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് പലപ്പോഴും സംശയം തോന്നുന്നത്, സൈബർ നിയമങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രശ്നമില്ലേ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിതുവരെ എന്തായാലും ആരെയും പട്ടി തെണ്ടി എന്ന് മാത്രമല്ല, മാ ചേർത്തുള്ള ചീത്തകളോ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ 40 വർഷമായി മലയാള സിനിമയിൽ വിരാജിക്കുന്ന, നിരവധി തവണ നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും ഒക്കെ വാങ്ങിയ, രാജ്യം പത്മശ്രീ നൽകിയും പത്മഭൂഷൺ നൽകിയും ആദരിച്ച ഒരു കലാകാരനെ നികൃഷ്ട ജീവികളെ വിളിക്കുന്ന പോലെ വിളിക്കാൻ ഈ പറയുന്ന ചെകുത്താന്മാർക്ക് എങ്ങനെ സാങ്ഷൻ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ വലിയ കടയിൽ അഴിയാത്തത് ചെറിയ കടയിൽ അഴിയുമെന്ന് തിരുവനന്തപുരത്തൊരു പഴഞ്ചൊല്ലുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ചെകുത്താന്മാരെയൊക്കെ ആരെങ്കിലുമൊക്കെ കൈവയ്ക്കുമെന്ന് എനിക്ക് തോന്നാം. പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അത്രയും നികൃഷ്ടമായിട്ടാണ് മോഹൻലാലിനെ അങ്ങനെ വിളിക്കാൻ. അത്രയും മോശമായ ഒരാളാണോ അദ്ദേഹം? അല്ലെങ്കിൽ ഇയാൾ വിവരം വേണമായിരുന്നു, ടെറിട്ടോറിയൽ ആർമി എന്താണെന്ന് പഠിക്കണമായിരുന്നു, എന്നിട്ട് ചെയ്യണമായിരുന്നു. വലിയ പട്ടാളക്കാരെയും തെറി വിളിക്കുന്നു. പട്ടാളക്കാരെ വിളിച്ചാലും വെറുതെ വിടുമെന്ന് എനിക്കറിയില്ല. പട്ടാളക്കാരെങ്കിലും പൊക്കിക്കൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് പേര് അവനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ചീത്തയും വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ വയസ്സുകാലത്ത് അമ്മയും അച്ഛനെയും നമ്മളെ ജനിപ്പിച്ചു എന്നുള്ളൊരു കുറ്റമല്ലാതെ വേറൊന്നും ചെയ്യാത്ത മനുഷ്യരെ എന്തിനാണ് ഇവൻ തെറി വിളിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഈ ചെകുത്താനും മറ്റേ എറണാകുളത്ത് മന്ദബുദ്ധികളായ ഒരു 3-4 ചെറുക്കന്മാരുണ്ടല്ലോ, ഇപ്പോൾ ഏതോ ഒരു യൂട്യൂബിൽ അവന്മാരെല്ലാം കൂടെ ഇരുന്ന് എന്നെപ്പറ്റി ചർച്ച ചെയ്യുന്നു എന്ന് ആരോ എന്നെ വിളിച്ചു പറഞ്ഞു. സാർ ലിങ്ക് അയക്കട്ടെ, ഞാൻ അയക്കരുത്, കാണില്ല എന്ന് പറഞ്ഞു. എന്നെ അവന്മാർക്ക് എന്ത് വേണം പറഞ്ഞോട്ടെ. പക്ഷേ ഇനിയിപ്പോൾ അവന്മാരെല്ലാം കൂടെ ചേരും. വീണ്ടും ബാല റിവോൾവറും എടുത്തുകൊണ്ട് ഇറങ്ങേണ്ടി വരുമെന്ന് എനിക്ക് സംശയം. ഒരു രക്ഷയില്ല സത്യത്തിൽ. ഈ നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യപ്പറ്റോടെ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന, സഹജീവിയോട് സഹാനുഭൂതി വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളിന് ജീവിക്കാൻ പറ്റില്ല എന്ന് മോഹൻലാലിനെ തെറി വിളിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ മേജർ രവിയെ അനാവശ്യം പറയുന്നു. ഒരു പട്ടാളക്കാരൻ തന്നെ പട്ടാളക്കാരനെതിരെ കേസ് കൊടുത്തു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി, ഈ നാടിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കി. ഒരു മേജറായിരുന്ന മനുഷ്യൻ ഇപ്പോൾ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ നടന്ന അറ്റാക്കായാലും ശരി, രാജീവ് ഗാന്ധി കൊന്ന് ശിവരസനെ പിടിക്കുന്ന ടീമിലായാലും ശരി, അതിലൊക്കെ സുദീർഘമായ പ്രകടനം കാഴ്ചവെച്ച ആളാണ് മേജർ രവി. അയാൾ യൂണിഫോം വിട്ടോടാൻ, റിട്ടയറായ ആൾ യൂണിഫോം വിട്ടാൽ സർവ്വതും തൊലഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. പട്ടാളത്തിൻ്റെ എല്ലാം നഷ്ടപ്പെടും. പട്ടാളക്കാർ ഇത് എവിടെ നോക്കിക്കൊണ്ട് നിന്നൊക്കെയാണ് ചോദിക്കണം. ഈ ചെകുത്താന്മാരും ചോദിക്കുന്നു, മോഹൻലാലിന് ഇത് ആര് തെച്ചു കൊടുത്തതെന്ന് യൂണിഫോം. വിവരം വേണ്ടേ? അതിൽ വിവരമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ചെകുത്താൻ പറയുകയാണ്, വലിയ പാലം പണിതു പട്ടാളക്കാർ, എല്ലാം കഴിഞ്ഞിട്ടാണ് പാലം പണിതത്. ഇപ്പോൾ ഉരുൾപൊട്ടു എന്ന് പറഞ്ഞ് തലേദിവസം വന്ന് പാലം കെട്ടി വയ്ക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ജീവൻ കളഞ്ഞ് രാത്രി എന്നില്ല പകലില്ലാതെ നിന്ന് ഒരു വലിയ പാലമുണ്ടാക്കി, ബെയിലി പാലമുണ്ടാക്കിയ പട്ടാളക്കാരെ കുറിച്ച് പറയുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടാണെന്ന് പാലം ഉണ്ടാക്കിയത്. ഇയാളൊക്കെ എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടും നാളെ എന്ന് പറഞ്ഞാൽ ഇന്നും കൊണ്ടൊന്ന് പാലം കെട്ടുമെന്ന് തോന്നുന്നു. എന്തും അടിച്ചു വിടുകയാണെന്നേ. അത് കൈയടിക്കാൻ ആളുണ്ട്, അതാണ് പ്രശ്നം. നേവിയുടെയും മിലിറ്ററിയുടെയും നാഷണൽ കലാമിറ്റി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക അവർ. എപ്പോഴും ഈ നേവിയും മിലിറ്ററിയും നാഷണൽ കലാമിറ്റി, നമ്മുടെ ദുരന്തങ്ങൾ, ഇങ്ങനെ വരാൻ പോകുന്ന മഴയും ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എപ്പോഴും അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് പറന്നിറങ്ങണം. അതായത് വയനാട്ടിൽ ഇതാ പൊട്ടാൻ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കണ്ണൂരിൽ നിന്ന്, ഏഴിമലയിൽ നിന്ന് പറന്നവിടെ ഇറങ്ങണമെന്നാണ് ചെകുത്താൻ പറയുന്നത്.
എങ്കിലേ കച്ചവടം ലാഭമാകുമെന്ന്. എന്ത് കച്ചവടമെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ ഭാഷയാണ്, കച്ചവടം ലാഭമാവുള്ളൂ. ഈ പാലം പണിയൊന്നും വലിയ ഷോ ഒന്നുമല്ല. ഇയാൾ കൊടുത്തിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് കാണിച്ചത്. ഇയാൾ ആ എറണാകുളത്തുള്ള 4 മന്ദബുദ്ധി പിള്ളേരും വിളിച്ചുകൊണ്ട് പോയി 5 മിനിറ്റ് കൊണ്ട് ഇയാൾ ചെയ്ത് തന്നേനെ. അവിടെ കുറച്ച് പേരെ രക്ഷപ്പെടുത്തിയിരിക്കാം, അതിൽ ഉറപ്പില്ല പുള്ളിക്ക്. അതിനു മുന്നേ ഈ പരിപാടി നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നാണ് എൻ്റെ ചോദ്യം എന്നാണ് അയാൾ പറയുന്നത്. ഉരുൾപൊട്ടും മുമ്പേ ഉരുൾപൊട്ടുന്ന സ്ഥലങ്ങളിലെ ആളുകളെ രക്ഷപ്പെടുത്താത്തത് എന്ത് പട്ടാളക്കാർ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. സിസ്റ്റം വീക്കാണ്. ഇവൻ്റെയൊക്കെ സിസ്റ്റം നല്ല എന്താ പറയുക ആക്റ്റീവായിരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ കണ്ടവനെയൊക്കെ ചീത്ത വിളിക്കുന്നത്. ഒരു ദിവസം ഈ സിസ്റ്റമൊക്കെ വീക്കാവും, വല്ലവൻ്റെയും കൈ കൊണ്ട് ഈ സിസ്റ്റം വീക്കാവും. അന്ന് ബാലയുടെ കയ്യിൽ നിന്ന് നിസ്സാര ഭാഗ്യത്തിലാണ് ഇയാൾ രക്ഷപ്പെട്ടത്. എഴുത്തുകുത്തൊക്കെ ലേറ്റാണ്. പട്ടാളക്കാർക്ക് പിണറായി വിജയൻ അയക്കുന്ന ലെറ്റർ ലേറ്റ്, അവർ വായിക്കുന്നത് ലേറ്റ്, അവർ മറുപടി അയക്കുന്നത് ലേറ്റ്, അങ്ങനെ ലെറ്ററുകളെല്ലാം ലേറ്റാണ്. അതിന് മുന്നേ ഇങ്ങ് എത്തണം. ഈ ലെറ്ററൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങ് പോരണമെന്നാണ് പറഞ്ഞത്. സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ആഭ്യന്തര വകുപ്പിൻ്റെയോ പ്രതിരോധ വകുപ്പിൻ്റെയോ ഒന്നും സാങ്ഷൻ വാങ്ങിക്കരുത്, ചാടി പുറപ്പെടണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇവൻ എന്തിനാണ് ഇവിടെ വന്നതെന്നാണ് മോഹൻലാലിന് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. എന്തായാലും ഈ പറയുന്ന ഈ ചെകുത്താൻ, എനിക്ക് ആ പേര് വിളിക്കുന്നതിന് ഇഷ്ടമല്ല. അയാൾ ജോസ് അലക്സ് പറയുന്നത് ഇവ എന്തിനാണ് ഇവിടെ വന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നത് കേട്ടാൽ തോന്നുന്നു ഈ ജോസ് അലക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചെന്നു എന്ന് തോന്നുന്നു. ഞാനില്ലാത്ത നേരത്ത് എൻ്റെ സഹോദരിയുടെ മുന്നിൽ നീ എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോഴോട് ചോദിക്കുന്നത് ഇവ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എന്നോട് വിശദീകരിക്കാൻ പറഞ്ഞാൽ, അതായത് ദുരന്തബാധിത സ്ഥലത്ത് ചെന്ന് പട്ടാളക്കാർ മോഹൻലാലിന് വിശദീകരിച്ചു കൊടുത്തത് അവന് ഇഷ്ടപ്പെട്ടില്ല. അതിലൊരു പട്ടാളക്കാരൻ ഞാനായിരുന്നു. ഇവനെ എടുക്കൂ? ഗൂർഖ പോലീസ് പോലും എടുക്കൂല്ലോ. ഞാനായിരുന്നെങ്കിൽ ഞാൻ വിശദീകരിക്കില്ല എന്ന് മാത്രമല്ല, എൻ്റെ പട്ടി പോലും യവൻ്റെ അടുത്ത് ചെല്ലില്ല എന്ന് പറഞ്ഞു. യവൻ്റെ അടുത്ത് പത്മഭൂഷൺ മോഹൻലാലിൻ്റെ അടുത്ത് ചെല്ലില്ല എന്നാണ് പറയുന്നത്. മോഹൻലാലിനെ അന്ധമായി ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്, മമ്മൂട്ടിയെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ മോഹൻലാലിനെ അന്ധമായി ആരാധിക്കുന്ന ആരാധകരോട് എനിക്ക് ബഹുമാനക്കുറവുമുണ്ട്. പക്ഷേ അവർ 2-3 പേര് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഈ ചെകുത്താൻ എന്ന് വിളിക്കുന്നവൻ ചെന്ന് ചാടിക്കൊടുത്താൽ അവൻ്റെ ഏപ്പൂരും എന്നാണ് എനിക്ക് പേടി. അവിടെ കട തുറക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാലോചിച്ച് ഈ ഉരുൾപൊട്ടി കിടന്നു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കറണ്ടും പോയി, എല്ലാം ഊരിയിട്ടിരിക്കുന്നിടത്ത് കട തുറക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഇയാളെ കടത്തി വിട്ടു. ഇയാളെ മോഹൻലാലിനെ. ഇവനാരാ? ഇവൻ എന്തിനാ ഇവിടെ വന്നേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. പട്ടാളം പോക്കൃത്തരം കാണിക്കുന്നു, പൈസയ്ക്കാണ് പട്ടാളം പണിയുന്നതെന്നാണ് അവൻ പറയുന്നത്. ചായക്കട ജോലി പോലെ തന്നെ, അല്ലെങ്കിൽ മുറുക്കാങ്കട ഇട്ടിരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ റോഡിൽ ടാർ ചെയ്യുന്ന പോലെ തന്നെയാണ് പട്ടാളക്കാരൻ്റെ പണി. അവൻ സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് ജോലി ചെയ്യുന്ന വെറും കൂലിക്കാരനാണ്. അവനെ കൂലിപ്പട്ടാളമൊന്നും വിളിക്കണ്ട എന്നാണ് അവൻ പറയുന്നത്. ആലോചിച്ച് നോക്കും, നമ്മളെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ അഭിസംബോധന എന്നാണ് ഞാൻ പറഞ്ഞത്. പട്ടാളക്കാർ കേസെടുക്കണമെന്നേ. പട്ടാളക്കാർ കേസെടുത്ത് അവരെ പൊക്കിക്കൊണ്ട് പോകണമെന്ന് ഞാൻ പറയും. പൊടി പോലും കാണിക്കരുതെന്ന് ഞാൻ പറയും. ഇനി എൻ്റെ പേരിൽ അവൻ തെറിവിളിക്കണേ വിളിച്ചോട്ടെ. ഏതായാലും അവൻ എന്നെ നേരിടുകയൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ച് ഫേസ് കണ്ടാൽ ഞാൻ ചവിട്ടി കൂട്ടുനോക്കി. ഇന്ത്യൻ സൈന്യത്തെയും മോഹൻലാലിനെയും പച്ചയ്ക്കാണ് അവൻ തെറി വിളിക്കുന്നത്. ഈ ജോസ് അലക്സ് വയനാട് പുനരധിവാസത്തിന് 3 കോടി നൽകുമെന്ന് മോഹൻലാൽ ചെയർമാനായിട്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ പറഞ്ഞു. അതൊന്നും അവന് പ്രശ്നമല്ല. ഇന്നലെ നോക്കുമ്പോൾ ഏതൊരു പോസ്റ്റിൽ ഒരുത്ത് എഴുതിയിരിക്കുകയാണ്, മോഹൻലാൽ മമ്മൂട്ടിയെ കണ്ടുപിടിക്കണം. കാരണം മമ്മൂട്ടിയും അദ്ദേഹത്തിൻ്റെ മകനും കൂടി 25 ലക്ഷം രൂപ കൊടുത്തു. മോഹൻലാൽ ആരിൽ നിന്നോ വാങ്ങി 3 കോടി രൂപ കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് അന്തസ്സെന്നാണ് ചോദിക്കുന്നത്. മോഹൻലാൽ 25 ലക്ഷം രൂപ കൊടുത്തത് അറിഞ്ഞോ അറിയാതെയാണ് പറയുന്നത്. ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ മോഹൻലാൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റാണ്. ഇത്ര പോലും വിവരമില്ലാതെ അടിച്ചു വിടണമെന്നേ മമ്മൂട്ടിയെ കണ്ട് പഠിക്കണമെന്ന് മോഹൻലാൽ. മമ്മൂട്ടി വേർത്തുണ്ടാക്കിയ പൈസയിൽ നിന്ന് 25 ലക്ഷം കൊടുത്തു. മോഹൻലാൽ ആരിൽ നിന്നോ പിരിച്ച് 3 കോടി കൊടുക്കാമെന്ന് പറഞ്ഞെന്നാണ് അവൻ പറയണേ. ഒരുത്തൻ ലാലിനെയും വിശ്വശാന്തി ഫൗണ്ടേഷനെയും ലഫ്റ്റനൻ്റ് കേണൽ പദവിയെയും സൈന്യത്തെയും തെറി വിളിക്കുന്നു. ഉളുപ്പില്ലാത്തതിനാലാണ് മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് എന്നാണ് ഈ പറയുന്ന ജോസ് അലക്സ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യവൻ കോഴിക്കോട് ജില്ല വരെ പോലും എത്തിയിട്ടില്ല. ഈ ജോസ് അലക്സ് എന്ന് പറഞ്ഞത് അവൻ്റെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഒരു കാറിലിരുന്ന് പറയുന്ന വങ്കത്തനമാണ്. ഉളുപ്പില്ലാത്തതിനാലാണെന്ന് മോഹൻലാൽ വയനാട്ടിൽ ചെന്നത്. ഇപ്പോൾ മോഹൻലാൽ ചെന്നില്ലെങ്കിൽ ഇവൻ എന്ത് പറയുന്നത്? ഇവന് മോഹൻലാലിന് വിറ്റ് കാശാക്കുന്നതാണ്. ഇവിടെ ഒരു കേണലുണ്ട്, അയാൾ അറിഞ്ഞില്ലേ ഈ ദുരന്തം എന്നായിരിക്കും ഇവൻ ചെയ്യുന്ന പ്രോഗ്രാം. ഉറപ്പ്. ഇവന് കാര്യത്തിനും അസ്ഥാനത്തും ഒക്കെ മോഹൻലാലിനെ ഇങ്ങനെ തെറി വിളിക്കുകയാണല്ലോ പുള്ളിയുടെ സ്ഥിരം പരിപാടി. പട്ടാളം
പോക്കൃത്തരമാണ് കാണിക്കുന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നേമം പോലീസ് സ്റ്റേഷനിൽ ഒരു സോമശേഖരൻ നായർ SI ആയിരിക്കുന്ന കാലത്ത് വലിയ മീശയൊക്കെ ഉള്ള ആളാണ്. ഒരു പട്ടാളക്കാരനെ എന്തോ കാര്യത്തിന് പിടിച്ചോണ്ട് വന്നു. അപ്പോൾ ഈ സോമശേഖരൻ നായർ ഇത്തിരി മോശമായി ആളുകളോട് പെരുമാറുന്ന ആളാണ്. സ്റ്റേഷനിൽ ചെന്ന ഉടൻ ചോദ്യം ചെയ്യലിന് മുമ്പേ തന്നെ അടിക്കുമെന്നൊക്കെ പറയണം. നമ്മൾ കൊച്ചായിരുന്നപ്പോഴാണ്. പട്ടാളക്കാരനെ അടി കിട്ടിയുടൻ പട്ടാളക്കാരൻ പാങ്ങോട് അറിയിച്ചു. പാങ്ങോടാണോ നോക്കുന്നില്ല, എവിടെ അറിയിച്ചു? രാത്രി, പാതിരാത്രി NH മുന്നിലാണ് നേമം പോലീസ് സ്റ്റേഷൻ. പാതിരാത്രി റോഡിൻ്റെ 2 വശത്തായിട്ട് പട്ടാള വണ്ടി കൊണ്ടിട്ട് റോഡങ്ങ് ബ്ലോക്ക് ചെയ്തു, NH അങ്ങ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അവർ യുദ്ധസമാനമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ച് കയറി. എങ്ങനെയോ ഇത് മണത്തെറിഞ്ഞ് ഈ സോമശേഖരൻ നായർ പറഞ്ഞ SI പോലീസ് സ്റ്റേഷൻ്റെ പുറകുവശത്തുള്ള മതിൽ വഴി ചാടി രക്ഷപ്പെട്ടു. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ നേമത്ത് കോഴി രവി എന്ന് വിളിക്കുന്നൊരു ആളുണ്ട്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ കോഴി ഫാം ആദ്യമായിട്ട് നേമത്ത് കൊണ്ടുവന്ന അദ്ദേഹം. കോഴി രവിയുടെ കോഴി ഫാമിൽ പോയിട്ട് കോഴികളുടെ ഇടയിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. കിട്ടിയിരുന്നെങ്കിൽ ഈഞ്ച തല്ലും പോലെ തീർത്തന്നെ. പക്ഷേ ഹതഭാഗ്യരായ 5-6 പോലീസുകാരെ പട്ടാളക്കാരെ കൈ കിട്ടി. പിറ്റേ ദിവസം രാവിലെ ശാന്തിയുള്ള ആശുപത്രിയിൽ ഇവർ ഇങ്ങനെ പട്ടാളക്കാർ തല്ലിയ പോലീസുകാർ ആശുപത്രി കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് സ്കൂളിൽ പോണ വഴിക്ക് ആശുപത്രി കാണാൻ കയറി. സത്യം പറഞ്ഞാൽ ആ പ്രായത്തിൽ ഞാൻ ചിരിച്ചു. അതാണ് പ്രശ്നം. ശ്വാസം വിടാൻ പറ്റുന്നില്ല ഒരാളിനും. ഇടിച്ച് ഏപ്പിളക്കി കളഞ്ഞു പട്ടാളക്കാർ. ആന ചെയ്യും പൂനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഒരു പട്ടാളക്കാരൻ്റെ പേരിൽ നടപടി എടുത്തില്ല. അവരുടെ പട്ടാളക്കാരനെയും കൊണ്ട് സഹപ്രവർത്തനെയും കൊണ്ട് അവർ പോയി. പട്ടാളം പോക്കൃത്തരമാണ് കാണിക്കുന്നതെന്നൊക്കെ പറയുന്ന ഈ ജോസ് അലക്സ് എന്ന് പറഞ്ഞ ആൾ കുറച്ച് ദിവസമെങ്കിലും സൂക്ഷിച്ച് നടക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം കളിക്കുന്നത് പട്ടാളത്തോടാണ്. ഇവിടുത്തെ കാലാകാലങ്ങളിൽ ഭരണമാറ്റം നടക്കുമ്പോൾ അതിനനുസരിച്ച് കളിക്കുന്ന പോലീസുകാരോടല്ല എന്നുള്ള ബോധം ഈ പറയുന്ന ജോസ് അലക്സ് എന്ന് പറഞ്ഞ ചെകുത്താൻ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. സൈന്യത്തിന് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവർ യൂണിഫോം ഇട്ടിരുന്നല്ലോ, അവർ നഗ്നരായിട്ടല്ലല്ലോ അവിടെ നിന്നത്. ഇവൻ ചോദിക്കുന്നത് സൈന്യത്തിന് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത്. വയനാട് സന്ദർശിക്കാൻ മോഹൻലാലിനെ സൈന്യം അനുവദിച്ചതിന് സൈന്യം ഉത്തരം പറയണം എന്നാണ് പറയുന്നത്. മോഹൻലാൽ പറയില്ല. മോഹൻലാൽ ഈ പാറയ്ക്ക് കാറ്റ് പിടിച്ചോലെ ആ മോൻ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കില്ലല്ലോ. എന്തു പറഞ്ഞാലും അയാൾ പ്രതികരിക്കില്ല. ഇപ്പോൾ വരെ ആൻ്റണിയും പ്രതികരിക്കുന്നില്ല. ആ കൊണ്ടൊരു സനലും പ്രതികരിക്കില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ കൂടെയുള്ള ടീം ആരും പ്രതികരിക്കില്ല. ഇനിയും മോഹൻലാൽ പറഞ്ഞിരിക്കും, നാക്ക് കഴിക്കുന്നവരെ ഏവനെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെന്നേ, നമ്മൾ പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞു കാണും. മോഹൻലാലിനെ ഏവൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ വല്ലത് സംഭവിക്കാനുണ്ടോ? സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഇവിടുത്തെ നിയമപാലകരായാലും എല്ലാം മോഹൻലാലിൻ്റെ കൂടെ എല്ലാം നിൽക്കും. മോഹൻലാൽ ഇതൊന്നും ഈ കണക്ക് ആക്റ്റൊന്നും എടുക്കില്ല. പട്ടാളക്കാർ പൈസയ്ക്കാണ് പണി ചെയ്യുന്നത്, പട്ടാളക്കാർ പോക്കൃത്തനം കാണിച്ചു, സൈന്യത്തിന് നാണമില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ വയനാട്ടിൽ വന്ന മോഹൻലാലിനെ കാണാൻ അനുവദിച്ചെന്തിനെന്നാണ് ചോദിക്കുന്നത്. എടാ മണ്ട, കണ്ണൂർ എയർപോർട്ടിൽ മോഹൻലാൽ വന്ന് ഇറങ്ങുമ്പോൾ മോഹൻലാലിന് സഞ്ചരിക്കാനുള്ള മിലിറ്ററിയുടെ വാഹനമടക്കം ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം വന്ന് അകത്ത് ലോഞ്ച് പോയിട്ടാണ് വിളിച്ച് ക്ഷണിച്ച് സ്വീകരിച്ച് കൊണ്ടുവന്ന് കാറിൽ കയറ്റിക്കൊണ്ടുപോയി അവരുടെ വണ്ടിയിൽ പട്ടാളക്കാരുടെ. ഇവൻ ചോദിക്കുകയാണ് വയനാട് സന്ദർശിക്കാൻ വന്ന ആൾ കൃത്യമായിട്ട് അറിയിക്കേണ്ടടുത്ത് കണ്ണൂരിൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിച്ച് അവിടുന്ന് പട്ടാളക്കാർ വന്ന് പട്ടാളക്കാരുടെ വണ്ടിയിൽ പട്ടാളക്കാരനായിട്ടാണ് മോഹൻലാലിനെ കൊണ്ടുപോയത്. എന്താണ് ദുരന്തമുഖത്ത് പട്ടാളക്കാർ ചർച്ച ചെയ്തത്? തന്നോട് സൈന്യം പറയണം. എവനാര്? പ്രതിരോധ വകുപ്പ് മന്ത്രിയോ? ഈ എന്താ പറയുക, ജോസ് അലക്സ് എന്ന് പറഞ്ഞ ആര് കേരളത്തിലെ? എടാ, ഒരു പീക്രി യൂട്യൂബ് ചാനൽ വെച്ചിട്ട് മലയാളത്തിൽ പറയാവുന്ന എല്ലാ തെറികളും ഒരു ലൈസൻസും ഇല്ലാതെ തെറി വിളിക്കുന്ന നിനക്ക് പട്ടാളം പറയണമെന്ന് അവർ ദുരന്ത മുഖത്ത് നിന്ന് സംസാരിച്ച മാറ്ററുകളൊക്കെ പറയണമെന്നാണ് പറയണത്. എന്തോ കഷ്ടകാലമാണ് ഈ പയ്യന്, ഉറപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാലയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേറെ ആരുടെയോ കയ്യിൽ നിന്ന് എന്തോ വാങ്ങിക്കാനിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അയാൾ ഈ നമ്മുടെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരെയും മുട്ടം തെറി വിളിക്കുന്നു. മോഹൻലാലിൻ്റെ യൂണിഫോമിൽ ചെളി പുരണ്ടില്ല എന്നാണ് അവൻ കണ്ടുപിടിച്ച ആദ്യത്തെ കുറ്റം. ഇവിടെ ഈ അടുത്ത കാലത്ത് ഒരു ചെടി നടന്നിടത്ത് ടവല് വിരിച്ചു കൊടുത്തിട്ട് ഒരു പുതിയ പുങ്കവൻ ചെടി നടുന്ന ഒരു വിഷ്വൽ ഞാൻ കണ്ടു. അത് പോട്ടെ, മോഹൻലാലിൻ്റെ ദേഹത്തൊന്നും ചെളി പുരണ്ടത് അവൻ കണ്ടില്ല. അതുകൊണ്ടാണെന്ന് അവൻ ചെളി വാരി എറിയുന്നത്. ലാലിനെ കണ്ടപ്പോൾ സന്തോഷിച്ച മുഖങ്ങളൊന്നും അവൻ കണ്ടില്ല. ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴും ഉറ്റവരും ഉടവരുമായവരെ കാണാതായിരിക്കുന്നു
മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയാതെ നിൽക്കുന്ന ആൾക്കാർ പോലും ആ മോഹൻലാലിനെ കാണുമ്പോൾ ഒരു ആശ്വാസം കാണണം അവർക്ക്. അവരോട് മോഹൻലാൽ പെരുമാറിയത് കാണണം. ഇവനതൊന്നും കാണാനുള്ള വിശാലമായ ഹൃദയമോ കണ്ണോ ഇല്ല എന്ന് ഞാൻ പറയും. ഇയാൾ അവിടെ പോയിട്ട് എന്ത് കാട്ടാനാണ് എന്നാണ് അവൻ ചോദിക്കുന്നത്. നാളെ ഇനി പിണറായി വിജയൻ പോയിട്ട് എന്ത് പുല്ല് കാട്ടാനാണെന്ന് ചോദിക്കുമോ? ഹെലികോപ്റ്ററിൽ അദ്ദേഹം പോകുന്ന വിഷുവൊക്കെ കണ്ടിട്ട് ഈ പിണറായി അവിടെ പോയിട്ട് എന്ത് കാട്ടാനാണെന്ന്. ഇവ എന്തെങ്കിലും കാട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയോ വലിച്ചോ കുടിച്ചോ ഒക്കെ ഇരുന്നിട്ട് കാറിലും വീട്ടിലും ഒക്കെ ഇരുന്ന് പോക്കൃത്തനങ്ങൾ കാണിച്ച എപ്പിസോഡുകൾ എല്ലാവരെയും തൈരൊക്കെ ചേർത്ത് ചീത്ത വിളിച്ചിട്ട് പ്രോഗ്രാം ഇടുക എന്നതിനപ്പുറം ഇവ എന്താ ചെയ്യണേ? 100 രൂപ നീ ആ സഹായ നിധിയിൽ കൊടുത്തോ? അവിടെ ഒരു ഇറക്ക് വെള്ളത്തിനുള്ള ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങിച്ച് നീ കൊണ്ട് കൊടുത്തോ? അല്ലെങ്കിൽ ഇവിടുന്നെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണ സാധനങ്ങളും തുണികളും ഒക്കെ ഉണ്ടാക്കും. നീ ഒരു തോർത്ത് വാങ്ങി കൊടുത്തിട്ടാണ് വാചമടിച്ചെങ്കിൽ ശരി. ഇവൻ ചോദിക്കുന്ന ഇതാണ്, ഇയാൾ അവിടെ പോയിട്ട് എന്ത് കാട്ടാനെന്നാണ് ചെയ്യണം? ഇയാളെന്ന് പറഞ്ഞാൽ മോഹൻലാൽ. ഇങ്ങനെയൊക്കെയാണ് ഒരു സെലിബ്രിറ്റി എന്നുള്ള ഇവിടെ ഒരു കലാകാരനെ വിളിക്കുന്നത് ഇയാൾ, അയാൾ, അവൻ, മറ്റവൻ എന്നൊക്കെയാണോ പറയുന്നത്? ഉളുപ്പില്ലാത്തവൻ, നാണം കെട്ടവൻ. കഷ്ടമാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഭാവി എന്നെനിക്ക് തോന്നുന്നു. സൈനികരെ പോലെ പ്രവർത്തിക്കാൻ ഒരു നടനോ ഒരു നടിക്കോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കോ ആകില്ല എന്ന് ആദ്യം പഠിക്കുക. കാരണം ഹെവി ട്രെയിനിങ് കഴിഞ്ഞല്ലേ പട്ടാളക്കാരനാവുന്നത്. അതിലെ പലരും പട്ടാളത്തിൽ പോയിട്ട് ഓടിക്കളയണേ സഹിക്കാൻ വയ്യാതെ. അതുകൊണ്ട് തന്നെ ഒരു പട്ടാളക്കാരനെ പോലെയും ഒരു സിനിമാ നടനെന്നല്ല വേറെ ഒരു സിവിലിയന് കഴിയില്ല പ്രവർത്തിക്കാൻ. പക്ഷേ ഒരു നടന് സൈനികനെയും ദുരന്തമുഖത്തെ ആളുകളെയും ആശ്വസിപ്പിക്കാനും ആവേശം കൊള്ളിപ്പിക്കാനും കഴിയുമെന്ന് വയനാട്ടിൽ മോഹൻലാൽ തെളിയിച്ചു. കണ്ണീർ കൊണ്ടൊരു പ്രളയമായൊരു നാട്ടിൽ ഒരു ചെറു പുഞ്ചിരിക്കായി എന്താ പറയുക വക നൽകി മോഹൻലാലിൻ്റെ വരവ് എന്നാണ് അവിടുന്ന് റിപ്പോർട്ടുകളിൽ ഞാൻ കണ്ടത്. നമ്മൾ ഇൻഡോ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധമുഖത്ത് പോയിട്ട് പട്ടാളക്കാരുടെ മുന്നിൽ ലതാ മങ്കേഷ്കർ പാടി. അന്ന് ഈ പറയുന്ന എന്താ പറയുക ജോസ് അലക്സ് എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ചോദിച്ചനെ, അവിടെ പോയി പാടിയിട്ട് പട്ടാളക്കാർ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ്റെ മിസൈൽ തടുക്കാൻ നിൽക്കുമ്പോൾ അവിടെ പോയി അങ്ങനെ എവളെന്നല്ലേ പറയൂ? മോഹൻലാലിനെ യവനെന്ന് വിളിക്കും. 63 വയസ്സായ ഒരു മനുഷ്യൻ. എന്തായാലും ഈ ചെറുക്കന് അത്രയും പ്രായമില്ല. ആ മനുഷ്യനെ അവൻ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നവൻ ലതാ മങ്കേഷ്കറിനെ അവളെന്ന് തന്നെ പറയും. അവിടെ പോയി പാടിയിട്ട് തൊണ്ട പൊട്ടി പാടിയിട്ട് എന്ത് ചെയ്യാൻ? ഈ പട്ടാളക്കാർക്ക് വിവരമില്ല എന്നല്ലേ ഇവൻ ചോദിക്കൂ. പക്ഷേ ആ സൈന്യ ക്യാമ്പിൽ ചെന്ന് ലതാ മങ്കേഷ്കർ പാടിയപ്പോൾ ഞങ്ങൾ യുദ്ധമുഖത്താണെന്ന് പോലും മറന്ന് ഒരു നിമിഷം അവരെ ആശ്വസിച്ചു ആ പട്ടാളക്കാർ. ലതാ മങ്കേഷ്കറുടെ ദേഹത്ത് വെടികൊണ്ടോ എന്നാരെങ്കിലും ചോദിച്ചാൽ അവനെ എത്രയും പെട്ടെന്ന് കുതിരവട്ടത്തോ ഇവിടെ തിരുവനന്തപുരത്ത് ഊളംപാറയിലോ കൊണ്ടാക്കണമെന്ന് ഞാൻ പറയും. ലതാ മങ്കേഷ്കറിൻ്റെ ദേഹത്ത് ഇതുവരെ ചെളി തെറിച്ചോ എന്ന് ചോദിക്കുമോ? പിണറായി വിജയൻ്റെ ദേഹത്ത് ചെളി തെറിച്ചോ എന്ന് ചോദിക്കുമോ? അങ്ങനെ എന്ത് ന്യായമാണ്? വരട്ട് ന്യായമെന്നല്ലാതെ, അതായത് ഉത്തരം മുട്ടിക്കാൻ ചുമ്മാ പറയുന്ന ഓരോ ഡയലോഗുകൾ എന്നതിനപ്പുറം ഇതിനെന്ത് ആയുസ്സുണ്ടെന്ന് എനിക്കറിയില്ല. സൈനികർക്കൊരു ഉത്തേജനം നൽകാൻ, ധൈര്യം പകരാൻ ആ യുദ്ധമുഖത്ത് ലതാജി ചെന്നപ്പോൾ പട്ടാളക്കാർക്കുണ്ടായ ആവേശത്തെക്കുറിച്ച് ആ യുദ്ധത്തിൽ പങ്കെടുത്ത പഴയ തലമുറയിൽ ഒരു പട്ടാളക്കാരെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള ഒരാൾ. ഞങ്ങളെ കാണാൻ ലതാജി എന്നാണ് അവർ പറഞ്ഞത്. യവൻ പറയുമ്പോൾ എടാ പോടാ പട്ടി അവളെ എന്നല്ല വിളിക്കുന്നത്. ലതാജി ഞങ്ങളുടെ ആ കോറിൻ്റെ മുന്നിൽ നിന്ന് പാടിയപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു ആശ്വാസം ഉണ്ടായി ദിനേശ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കാശ്മീരിലെ ലേ പോലുള്ള 0- തണുപ്പുള്ള ലേ പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്നത് എന്തിനാണെന്ന് അവൻ ചോദിക്കുമായിരിക്കില്ലേ? അവരുടെ ദേഹത്ത് പാകിസ്ഥാനിൽ നിന്ന് ഏതെങ്കിലും മിസൈൽ പതിക്കാത്തതെന്നും ഇവൻ ചോദിക്കും. പ്രധാനമന്ത്രിയൊക്കെ പോകുന്നത് സൈന്യത്തിന് ഒരു ഉണർവ് കിട്ടാനാണ്. നിങ്ങൾ അനാഥരല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, ഞങ്ങൾ ഭരിക്കുന്നവർ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കണമല്ലോ ഈ തണുപ്പത്ത് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയൊക്കെ അവിടെ പോകുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ AK ആൻ്റണിയൊക്കെ പോയിട്ടുണ്ട്. പരിഭവവും പരാതിയും പറയുന്നവരോട് മോഹൻലാലിനോട് ഒരു സ്ത്രീ പറഞ്ഞു, സാറൊക്കെ ഇപ്പോൾ ഒന്ന് സംസാരിച്ചിട്ട് പോവും, ഒന്നും നടക്കൂല സാറേ. അവരോട് മോഹൻലാൽ പറഞ്ഞത്, നടത്തിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങളുടെ ഇവിടത്തേക്ക് 25 ലക്ഷം രൂപ മുഖ്യമന്ത്രി ഏൽപ്പിച്ചത് കാര്യമാക്കണ്ട, 3 കോടി രൂപ ഞാനിവിടെ ചിലവാക്കും. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പൈസ. ഇവിടെ തകർന്നു പോയൊരു സ്കൂള് മേജർ രവി കാണിച്ചു തന്ന ആ സ്കൂള് ഞാൻ പുതുതായി കെട്ടിയുണ്ടാക്കും. അതിലും പോരാ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും ചിലവാക്കാമെന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. പക്ഷേ
ഈ പറയുന്ന ജോസ് അലക്സ് എന്ന് പറയുന്നവൻ ചോദിക്കുന്നത്, യവൻ അവിടെ പോയിട്ട് എന്തുണ്ടാക്കാനെന്നാണ് ചോദിക്കുന്നത്. ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരെ, രാത്രി കൂടെ കിടന്നുറങ്ങിയ ഭാര്യയെ നഷ്ടപ്പെട്ട, സഹോദരിയെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട, ചേട്ടനെ നഷ്ടപ്പെട്ടവരോട് മോഹൻലാൽ അടക്കിപ്പിടിച്ച് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ, ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു റിലീഫ് യവനെ പോലെ മനസാക്ഷി ഇല്ലാത്തവന്മാർക്ക് മനസ്സിലാവില്ല. ഇയാൾക്ക് എന്തിനാ കേണൽ പദവി കൊടുത്തത് എന്നാണ് അവൻ്റെ അടുത്ത ചോദ്യം. ചിലർക്ക് ചിലരെ ഇഷ്ടമല്ല, അത് സത്യമാണ്. ഇപ്പം എനിക്ക് എല്ലാവരും ഇഷ്ടമാണോ? അല്ല. പക്ഷേ ബൈബിളിലൊരു വചനമുണ്ട്, ജോസ് അലക്സെ, നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, തള്ളിക്കളയുന്ന കല്ലുകൾ മൂലക്കല്ലായി വരും എന്നാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ജോസ് അലക്സുമാർ അത് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. മോഹൻലാൽ ഉൾപ്പെടുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസാണ് ആദ്യം വയനാട്ടിലെത്തിയത് കണ്ണൂരിൽ നിന്ന്. 40 പേര്. 16 വർഷമായി മോഹൻലാൽ ഈ ബറ്റാലിയനിലുണ്ട്. ഇതൊക്കെ ഇവനൊക്കെ ഒന്ന് പഠിക്കണം. ഇപ്പോഴത്തെ യൂട്യൂബർമാരുടെ ഏറ്റവും വലിയ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ജനറൽ നോളജ്, പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം ഇവനൊന്നും പേപ്പർ വായിക്കില്ല, മാസികകൾ വായിക്കില്ല, വാർത്ത കാണില്ല, വലിയും കുടിയും മാത്രമല്ലേ ഉള്ളൂ. ഇവ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്നെ എന്തൊക്കെ ചേർത്ത് വിളിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. 16 വർഷമായി ലഫ്റ്റനൻറ്റ് കേണലായിട്ട് മോഹൻലാൽ. ഇവർക്ക് പ്രചോദനമാകാനും മനസ്സുകൊണ്ട് നമസ്കരിക്കാനും നന്ദി പറയാനും വന്നതാണ് മോഹൻലാൽ എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഈ പറയുന്ന ജോസ് അലക്സിന് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ദൗർഭാഗ്യം എന്ന് ഞാൻ പറയും. മാത്രമോ 2001 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. 2009 അദ്ദേഹം ലഫ്റ്റനൻറ്റ് കേണൽ പദവി ഓണററി അദ്ദേഹത്തിന് കിട്ടി. കീർത്തിചക്ര, കുരുക്ഷേത്ര എന്ന് പറഞ്ഞ 2 പട്ടാള ബേസ് ചെയ്തുള്ള, പട്ടാളത്തിനെ ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള 2 സിനിമകൾ ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ലഫ്റ്റനൻറ്റ് കേണൽ പദവിയിലേക്ക് കൊണ്ടുവന്നത്. വേണമെങ്കിൽ ഇയാൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചോ, ആര്, ഈ ജോസ് അലക്സ്. സംസ്കൃത നാടക സംഭാവനകൾ പരിഗണിച്ച് കാലടി സംസ്കൃത സർവകലാശാല മോഹൻലാലിന് ഡോക്ടറേറ്റ് നൽകി. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ മോഹൻലാലാണ്. 2019 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. കേരള പിറവി സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ട് CNN IBN സർവേയിൽ ജനപ്രീതിയിൽ ഏറ്റവും 1ാം നമ്പറായി നിൽക്കുന്ന ആളാണ് മോഹൻലാൽ എന്നാണ് അവരുടെ സർവേയിൽ കണ്ടെത്തിയത്. CNN IBN സർവേയിൽ. ജോസ് അലക്സ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 1989 പ്രത്യേക ജൂറി പുരസ്കാരം കിരീടത്തിലൂടെ അദ്ദേഹം നാഷണൽ അവാർഡ് പ്രത്യേക പുരസ്കാരം നേടി. 1991 ഭരതം മികച്ച നടൻ്റെ ആദ്യത്തെ ദേശീയ അവാർഡ് വാങ്ങി. 1999 ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചതുകൊണ്ട് മികച്ച നിർമ്മാതാവിൻ്റെയും മികച്ച നടൻ്റെയും അവാർഡ് മോഹൻലാൽ നേടി. 9 തവണ അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു മികച്ച നടൻ്റെ. 9 തവണ ഫിലിംഫെയർ അവാർഡ് വാങ്ങിച്ചു. 7 തവണ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ മികച്ച നടൻ്റെ അവാർഡ് വാങ്ങിച്ചു. പീപ്പിൾ ഓഫ് ദ ഇയർ പുരസ്കാരം 19 പേർക്കൊപ്പം ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി മോഹൻലാൽ. 20 പേരിൽ ഒരാൾ മോഹൻലാലായിരുന്നു. അദ്ദേഹത്തെയാണ് ഇവൻ, അവൻ, മറ്റവൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഇനി നമ്മളെ ഈ പ്രോഗ്രാം കാണുന്നവരോട് മോഹൻലാൽ ഈ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനൻറ്റ് കേണലാണല്ലോ. എന്താണ് ടെറിട്ടോറിയൽ ആർമി എന്ന് ഇയാൾ അറിയണമെന്നില്ല. അത് ഈ ചെകുത്താനെന്ന് പറഞ്ഞാൽ അറിയണ്ട, പക്ഷേ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർ അത് അറിഞ്ഞിരിക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കാനായി പട്ടാള പരിശീലനം ലഭിച്ച പട്ടാളക്കാരല്ലാത്ത വ്യക്തികളുടെ സേനയാണ് ടെറിട്ടോറിയൽ ആർമി. പട്ടാളക്കാരല്ലാത്ത, പട്ടാളക്കാരുടെ പരിശീലനം ലഭിച്ച പട്ടാളക്കാരാണ് ടെറിട്ടോറിയൽ ആർമിയിലുള്ളത്. അതുകൊണ്ട് ദേഹത്ത് ചെളി തെറിക്കണമെന്നില്ല. ചെളി തെറിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അവർ ചെളി തെറിക്കാനായിട്ട് ഇറങ്ങുമായിരിക്കും. ഇന്ത്യൻ സേനയുടെ സമാന്തര സേനയായി ഇതിനെ കണക്കാക്കാം. ടെറിട്ടോറിയൽ ആർമി ഒരു പ്രൊഫഷണൽ സേന അല്ല. ഈ ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞവന്മാർ അല്ലെങ്കിൽ ആ എറണാകുളത്തുള്ള മണ്ടന്മാരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സേനയല്ല. ഇതിൽ ജോലി ചെയ്യുന്നവർ സ്ഥിരം സൈനിക സേവനം നടത്തുന്നവരുമല്ല. സൈനിക ക്യാമ്പിന് പുറത്ത് മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് ടെറിട്ടോറിയൽ ആർമിയിൽ അംഗത്വം കൊടുക്കുന്നത്. ടെറിട്ടോറിയൽ ആർമിയിലെ അംഗങ്ങൾ യഥാർത്ഥത്തിൽ ടെറിട്ടോറിയൽ ആർമിയിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ
പ്രാഥമികമായിട്ട് അതിൽ കിട്ടണമെങ്കിൽ ആദ്യത്തെ നിബന്ധന എന്ന് പറയുന്നത് മറ്റ് എന്തെങ്കിലും ജോലി ഉണ്ടായിരിക്കണം അവർക്ക്. അങ്ങനെ ജോലി ഇല്ലാത്ത വായി നോക്കിയൊക്കെ കിട്ടില്ല, ഈ അവനൊന്നും കിട്ടില്ല. ഈ ആളുകളെ തെറിവിളിക്കാൻ മാത്രം എപ്പിസോഡ് ചെയ്യുന്നവനൊന്നും അതിൽ കിട്ടില്ല. എന്തെങ്കിലും നല്ല ജോലി ഉണ്ടാവണം. അങ്ങനെ ജോലിയുള്ളവർക്ക് മാത്രമേ ടെറിട്ടോറിയൽ ആർമിയിൽ അംഗത്വം കിട്ടൂ. ഉദാഹരണത്തിന് നമ്മളെ ക്രിക്കറ്റ് കളിക്കാരനായ MS ധോണി, കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ, ഗൗതം ഗംഭീർ, സച്ചിൻ പൈലറ്റ്, ചിരഞ്ജീവി, പിന്നെ ഈ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അമീർ ഖാൻ എന്ന് പറഞ്ഞ ഖാൻമാരിൽ ഏതോ ഒരു ഖാൻ ടെറിട്ടോറിയൽ ആർമിയിലുണ്ട്. കേരളത്തെ സഹായിക്കാൻ കോർപ്പറേറ്റ് കമ്പനികളോട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആഹ്വാനം ചെയ്തത് ഇതിനിടയിൽ ഞാൻ കണ്ടൊരു നല്ല കാഴ്ചയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വലിയ വലിയ കമ്പനികളുണ്ടല്ലോ അവരോട് പറഞ്ഞത്, കുത്തക കമ്പനി അല്ലെ കോർപ്പറേറ്റ് കമ്പനികളോട് അദ്ദേഹം പറഞ്ഞത് CSR ഫണ്ടിൽ നിന്നും പരമാവധി സഹായം കേരളത്തിന് നൽകണം. പണം, ആവശ്യ വസ്തുക്കൾ, വസ്ത്രം, സന്നദ്ധ പ്രവർത്തനം ഇവയൊക്കെ ചെയ്യണമെന്നും സിദ്ധരാമയ്യ അഭ്യർത്ഥിച്ചു. മണ്ണു നീക്കലിന് PWD ഒരു പ്രത്യേക വിഭാഗത്തെ തന്നെ കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്ക് അയച്ചു. എനിക്ക് ഈ സന്ദർഭത്തിൽ സിനിമാ സംഘടനകളോട്, അമ്മയോടും ഫെഫ്കയോടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോടും തിയേറ്ററിൻ്റെ ഉടമസ്ഥരോടും എല്ലാം മാറ്റി പറയാനുള്ള ഒരു കാര്യമുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി ഒന്നിക്കണം, ഈ സന്ദർഭത്തിൽ ഒന്നിക്കണം, അഭിമാനത്തോടെ ഒന്നിക്കണം എന്ന് ഞാൻ പറയും. കാരണം ചരിത്രം എന്നും നിങ്ങളെ ഓർക്കും. ഇപ്പോൾ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെ സഹായിക്കാനായി തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രോഗ്രാം വെച്ചു. വലിയ വിജയമായിരുന്നു അത്. അതുപോലെ ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന്, അല്ലെങ്കിൽ ഒരു വലിയ സിനിമ 2020 പോലുള്ള ഒരു വലിയ സിനിമ നിർമ്മിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടത്തണം. മലയാള സിനിമയുടെ പേരിൽ ഈ ഉരുൾപൊട്ടിയ സ്ഥലത്തൊരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും. ഒരു ഫ്ലാറ്റ് മലയാള സിനിമയുടെ പേരിൽ, ആ പേര് വെച്ച് തന്നെ ഉണ്ടാക്കി 10-50 പേർക്ക് താമസിക്കുന്ന 50 ഫ്ലാറ്റുള്ള ഒരു സമുച്ചയം കെട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു മനോഹരമായ ഊരാളുങ്കൽ സൊസൈറ്റിയൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചെയ്യുന്ന പോലത്തെ മനോഹരമായ ഒരു റോഡ്, ഒരു 6 വരി പാത അവിടെ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പം തന്നെ മരിച്ചവരെ കുറിച്ച് 1 വർഷം കഴിയുമ്പം ഒന്നിച്ച് കാണാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് ഒരു നല്ല ഓഡിറ്റോറിയം, അല്ലെങ്കിൽ ഒരു 100 വീടുകൾ ഏതെങ്കിലും സിനിമാ സംഘടനകൾ ചെയ്യണം, അവരുടെ പേര് വെച്ച് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ മോഹൻലാൽ കൊടുത്തു, മമ്മൂട്ടി കൊടുത്തു, ഇപ്പോൾ ആ ചിരഞ്ജീവിയുടെ മകൻ രാം ചരൺ കൂടെ 1 കോടി രൂപ കൊണ്ട് കൊടുത്തു. അത് തെലുങ്ക് നാട്ടിൽ നിന്ന് വന്നാണ്. ഈ പറയുന്ന ജോസ് അലക്സ് ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിരഞ്ജീവി രാം ചരൺ കൊടുക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ദിവസം 50,000 രൂപ വാങ്ങുന്നവരുണ്ട്, ഒരു ദിവസം 1 ലക്ഷം വാങ്ങുന്നവരുണ്ട്, 3 ലക്ഷം വാങ്ങുന്നവരുണ്ട്. ഒരു ദിവസത്തേക്ക് 1-2 സീനിൽ അഭിനയിക്കാൻ 3 ലക്ഷം 4 ലക്ഷമൊക്കെ വാങ്ങിക്കുന്ന നടന്മാരുള്ള നാടാണ്. ഞാൻ പറയുന്നത് അവരെല്ലാം ഈ ലളിത ജീവിതമൊക്കെ പറയുന്നവരുമാണ്. സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ ക്യാമറയിലും വാരികകളിലെ അഭിമുഖത്തിലൊക്കെ വന്നിരുന്ന് ലളിത ജീവിതം പറയും. പക്ഷെ വാങ്ങുന്നത് ഒരു ദിവസം 3 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ 30 ദിവസം ജോലി ചെയ്താൽ 90 ലക്ഷം രൂപ വാങ്ങുന്നവന് ഈ ലളിത ജീവിതമേ പറയും. 50 ലക്ഷത്തിന് മുകളിൽ കോടിക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന, അത് വൈറ്റായിട്ടും ബ്ലാക്കായിട്ടും വാങ്ങുന്ന എത്ര പേര് മലയാളത്തിലുണ്ടെന്ന് വെച്ചാൽ ഒരുപാട്, നമ്മളെ കൈവിരലിലൊന്നും നിൽക്കില്ല, അത്രയ്ക്ക് ആൾക്കാരുണ്ട്. ഇതിലെത്ര പേർ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദിവസ ശമ്പളം വാങ്ങുന്നതിൽ എത്ര പേർ ദുരിതാശ്വാസത്തിനായി 10 പൈസ നീട്ടിയോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. എന്തിനിങ്ങനെ ഈ ലളിത ജീവിതം ക്യാമറയുടെ ഫ്രണ്ടിലും വാരികളുടെ അഭിമുഖത്തിലും പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അറിഞ്ഞ ഭാവം വയനാട്ടിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നവരുടെ പെരുമാറ്റം കണ്ടാൽ. അവിടെയാണ് സൈക്കിൾ വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന പൈസ എല്ലാം വാങ്ങിച്ച് സ്വരുക്കൂട്ടി കൊടുക്കയിലിട്ട് വെച്ചിരുന്ന കൊച്ചുകുട്ടികൾ അത് പൊട്ടിച്ചെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വയനാട്ടിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ആ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് ഈ സിനിമാക്കാരോട് പുച്ഛം തോന്നുന്നത്. 25 ലക്ഷം ദുരിതാശ്വാസ നിധിയിലും 3 കോടി രൂപയുടെ എന്ത് ചെയ്യാൻ സർക്കാർ പറയുന്നു, അതിന് വേണ്ടി 3 കോടി രൂപ ചിലവാക്കാൻ ട്രസ്റ്റിൽ നിന്ന് പറയുകയും ഇടിഞ്ഞു വീണ സ്കൂള് പുനരുദ്ധരിക്കാം എന്ന് പറയുകയും ഒക്കെ ചെയ്ത മോഹൻലാലിനെയാണ് അവൻ എന്തിനവിടെ വന്നത്, അവൻ എന്തിന് പട്ടാള യൂണിഫോം കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സെലിബ്രിറ്റികളെ അതിൽ കൂട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സൈനിക ജോലി ചെയ്യാനായി പുതിയ തലമുറയെ പ്രേരിപ്പിക്കാനാണ് അവിടെ കൂട്ടുന്നത്. അല്ലാതെ മോഹൻലാൽ കോസ്റ്റ്യൂമറെ കൊണ്ട് യൂണിഫോമും തയ്പ്പിച്ച്
ജാട കാണിക്കാൻ നടക്കുന്നവനല്ല എന്ന് ഇനിയെങ്കിലും വിവരദോഷികൾ മനസ്സിലാക്കട്ടെ. അടുത്തതാണ് രസം. മോഹൻലാലിൻ്റെ കൂടെ തന്നെ പോയ മേജർ രവിയെക്കുറിച്ചാണ്. മോഹൻലാലും മേജർ രവിയും യൂണിഫോം ഇട്ടതാണ് പലരെയും ചൊടിപ്പിച്ചത്. മേജറായിരുന്ന ഈ രവീന്ദ്രൻ നായർ എന്ന ബോധം, അതൊരു മേജർ രവി പഴയ മേജറായിരുന്നു പട്ടാളത്തിൽ എന്നുള്ള ബോധം പോലെ KPS ലളിത ഏത് നാടക ട്രൂപ്പിൽ അഭിനയിച്ചു എന്ന് ചോദിച്ച പോലെയാണ്. മേജർ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് പലരും വിമർശിക്കുന്നത് എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത്. എത്ര കമാൻഡോ ഓപ്പറേഷനിൽ മേജർ രവി ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കണം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഒക്കെ തപ്പിയാൽ കിട്ടും. ഇന്നത്തെ വെറുപ്പ് രാഷ്ട്രീയം കൊണ്ടാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെതായ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം രാജീവ് മത്സരിച്ചപ്പോൾ രാജീവിന് എറണാകുളത്ത് പ്രസംഗിക്കാൻ പോയി. പിന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം കുറച്ച് പിന്മാറിയപ്പോൾ ആ പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ അദ്ദേഹത്തിനെ തള്ളക്കി വിളിച്ചു. അയ്യോ എന്താ തെറിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും അതിൽ മെമ്പർഷിപ്പൊക്കെ എടുത്ത് എന്തോ ഔദ്യോഗിക സ്ഥാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലേ? ഞാൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? എൻ്റെ പ്രോഗ്രാം കാണുന്നവരാണോ തീരുമാനിക്കുന്നത്? ദിനേശ നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് നടക്കരുത് എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല, ഒരുത്തനുമില്ല. അതുപോലെയാണ് മേജർ രവിക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് അതിൻ്റേതായ കാരണങ്ങൾ കാണും. ഇപ്പോൾ ഈ പറയുന്ന വയനാട്ടിൽ അദ്ദേഹം യൂണിഫോം ഇട്ട് ചെന്നതിനെ വിമർശിക്കുന്നവർ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വെച്ചായിരിക്കണം. എനിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് യോജിപ്പില്ലാത്ത ആളാണ്. പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനൊന്നും ഒരുത്തനും മൂക്കിൻ്റെ തൊട്ടുമുമ്പ് വരെ അല്ലെങ്കിൽ കപ്പ് സാസറിനും ചുണ്ടിനും ഇടയിലുള്ള ആ ഗ്യാപ്പേ നിങ്ങൾക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് ആരും കയറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒരു ദുരന്ത മുഖത്ത് ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് അധികം നാളാകാത്ത ആ മനുഷ്യൻ ഒരു വലിയ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ആരോടും അത് പറയാറില്ല. ഒരു റിസ്കി ഓപ്പറേഷൻ കഴിഞ്ഞ് രക്ഷപ്പെട്ട ആളാണ്. അത് മേജറായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ട് നടക്കുന്നത്. നമ്മളൊക്കെയാണെങ്കിൽ ചുരുണ്ടുകൂടി ഗുളിയും കഴിച്ച് വീട്ടിൽ കിടന്നെ. അദ്ദേഹം മോഹൻലാലിനോടൊപ്പം വന്നുവെങ്കിൽ അഭിനന്ദിക്കണമെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും അനാരോഗ്യവനായിട്ട് പോലും മോഹൻലാൽ വിളിച്ചിട്ട് മേജറെ നമുക്കൊന്ന് വയനാട് വരെ പോകുമെന്ന് ചോദിച്ചപ്പോൾ കൂടെ വന്നുവെങ്കിൽ അദ്ദേഹത്തെ അനുമോദിക്കണം നമ്മൾ. കാരണം ഒരു വലിയ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ചോരയിലെ ചിലപ്പോൾ സവിശേഷതയായിരിക്കാം. ഒരിടത്തും അടങ്ങിയിരിക്കാത്ത പ്രകൃതം അതുകൊണ്ടായിരിക്കാം. മോഹൻലാൽ എന്ന മനുഷ്യനോടുള്ള കലർപ്പില്ലാത്ത സ്നേഹം കൊണ്ടുമായിരിക്കാം. ദുരിതകയങ്ങൾ കാണുമ്പോൾ ചാടിയിറങ്ങുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടും ആയിരിക്കാം. വെള്ളപ്പൊക്കമൊക്കെ നടന്ന കാലത്ത് മേജർ ഒരു വള്ളത്തിൽ ആളുകളെ കയറ്റി നടന്ന് തള്ളിക്കൊണ്ടു പോകുന്ന വള്ളത്തിന് തള്ളിക്കൊണ്ടു പോകുന്ന 1-2 പടങ്ങൾ ഞാൻ കണ്ടു. ആ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചോരയിലുള്ളതായിരിക്കാം. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിങ് ഡയറക്ടറാണ് മേജർ രവി. അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ കൂടെ വരാൻ അദ്ദേഹത്തിന് യോഗ്യതയുള്ളത്. ഇപ്പോൾ ഷിരൂരിൽ റിട്ടയർഡ് മേജർ ഒരു ഇന്ദ്രബാലനാണല്ലോ. അർജുൻ എന്ന് പറഞ്ഞ നമ്മുടെ ഹതഭാഗ്യനായ അനിയനെ അവനെ ജീവനോടെയോ ജീവനില്ലാതെയോ കണ്ടു കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചത് ഈ പറഞ്ഞ മേജർ ഇന്ദ്രബാലനായിരുന്നു. അദ്ദേഹം റിട്ടയർഡാണ്. അദ്ദേഹം യൂണിഫോം ഇട്ടാണ് അവിടെ വന്നത്. എന്താ മേജർ രവിയെ തെറി വിളിച്ചോമാർ ഇന്ദ്രബാലനെ തെറി വിളിക്കാത്ത എന്താ? അയാൾ ടൂറിസ്റ്റായി ചെന്നതല്ല വയനാട്ടിൽ. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാണാനും പരിഹാരം കാണാനുമാണ് അയാൾ ചെന്നത് മേജർ രവി. മോഹൻലാലിനോട് ചോദിക്കാതെ ഒരു തകർന്നു പോയ സ്കൂൾ കണ്ടപ്പോൾ ഈ സ്കൂള് വിശ്വശാന്തി ട്രസ്റ്റ് പുനർനിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞ മനുഷ്യനാണ് മേജർ രവി. 2015 രൂപീകരിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടിയും മുണ്ടക്കൈ UP സ്കൂൾ പുനഃസൃഷ്ടി നടത്താം എന്ന് മാത്രമേ അവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം വേണമെങ്കിൽ അതും ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. ഡിഫൻസ് സർവീസ് റെഗുലേഷൻ പ്രകാരം വിരമിച്ച സൈനികൻ യൂണിഫോം ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്നാണ് പട്ടാളത്തിൽ തന്നെ ഇരുന്നത്. എനിക്കൊരു മേജറൊന്നും ആയിരിക്കില്ല, താഴെയുള്ള ശിവാജി വല്ലതും ആയിരിക്കും. ഒരുത്തൻ പരാതി കൊടുത്തിരിക്കുന്നതിലെ പ്രധാന കാരണം അതാണ്. അരുൺ എന്നാണ് അയാളുടെ പേര്. മേജർ രവിയുടെ യൂണിഫോമിൽ മുദ്രയൊന്നും ഇല്ല എന്നുള്ളത് അല്ല് കണ്ടോ എന്ന് എനിക്കറിയില്ല. അയാൾ യൂണിഫോം മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നാലും ചട്ടലംഘനമാണെങ്കിൽ സ്കൂൾ കോളേജ് യുവജനോത്സവങ്ങളിൽ യൂണിഫോം ഇട്ട് എത്രയോ പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നു. എങ്കിൽ അവരെ പേരിൽ കേസെടുക്കണ്ടേ? അവർ ചിലപ്പോൾ ചില മുദ്രകളൊക്കെ വച്ചിരിക്കുന്നതാണ്. ഈ മേജർ രവി അതൊന്നും വച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ദേശീയ പതാകയും പട്ടാളക്കാരൻ്റെയും പോലീസുകാരൻ്റെയും യൂണിഫോമും ബഹുമാനത്തോടെ ധരിക്കാൻ ഒരു
ആൾ തയ്യാറാവുകയാണെങ്കിൽ അഭിമാനത്തോടെ ഇട്ടുകൊണ്ട് നടക്കുക എന്ന് പറയാനുള്ള നിയമം കൊണ്ടുവരണമെന്ന് ഞാൻ പറയും. പട്ടാളക്കാരൻ്റെ ഡ്രസ്സൊന്നും നമുക്ക് ഇട്ട് അങ്ങനെ നടക്കാൻ പറ്റില്ല. അതിൻ്റെ ചൂടും പ്രശ്നമൊക്കെ അതിട്ട് നടക്കാൻ ഞാനൊരു രാജ്യസ്നേഹിയായതുകൊണ്ട് എനിക്ക് പട്ടാള യൂണിഫോം ഇട്ട് നടക്കണമെന്ന് തോന്നിയാൽ നിനക്കിത് ഇട്ടുകൊണ്ട് നടക്കാമെന്നുള്ള നിയമ ഭേദഗതി വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടാള യൂണിഫോം തുണികളും ചിഹ്നങ്ങളും സിവിലിയന്മാർക്ക് വഴി ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും തെറ്റാണല്ലോ ഈ അരുണിൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ. അരുൺ അതിനു വേണം കേസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രശസ്തമായ ഭഗവതി വിലാസം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സ്പെൻസറിൽ. നമുക്ക് പോലീസിൻ്റെ അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ ഏതിൻ്റെയും ഫോറസ്റ്റിൻ്റെ RTOമാരുടെ ഏത് യൂണിഫോമും ഭഗവതിയിൽ പോയി വാങ്ങിക്കില്ല. നമ്മൾ സിനിമയ്ക്ക് അവിടെ നിന്നാണല്ലോ എല്ലാം വാങ്ങുന്നത്. എനിക്ക് പിന്നെ ഈ പറയുന്ന അരുൺ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഡ്രസ്സുകൾ വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരാനായിട്ട് പറയുമ്പോൾ അല്ലാതെ എന്ത് പറയാനെന്നേ. നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നപ്പോഴും ശരി, ഇപ്പോൾ നരേന്ദ്രമോദി ആയാലും ശരി, ബാക്കി ഗുജറാളോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ രാജീവ് ഗാന്ധി ഇട്ടിട്ടുണ്ട്, മൻമോഹൻ സിംഗ് നമ്മളെ നരേന്ദ്രമോദി ഇട്ടിട്ടുണ്ട്. അവർക്ക് കാശ്മീരിൽ പോകുമ്പോൾ പട്ടാള ഡ്രസ്സ് ഇട്ട് പോകാനുള്ള അനുവാദം ഉണ്ടോ? അരുൺ അതിനും കൂടെ മറുപടി പറ. അവരിടാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും സിവിലിയനല്ലേ, പട്ടാളക്കാരനല്ലല്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും പോലീസിനും പ്രതിരോധ മന്ത്രാലയത്തിനും പരാതി നൽകിയിരിക്കുകയാണ് ഈ അരുൺ. പട്ടാള യൂണിഫോം ഇട്ട് ഷാപ്പിൽ കയറെങ്കിൽ ശരി, ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് വെച്ചിട്ട് ശബരിമല തന്ത്രി ബാറ് കയറി വെള്ളം അടിക്കുകയോ ബാറ് കയറി കുപ്പി വാങ്ങുകയോ ചെയ്തത് തെമ്മടിത്തരമാണെന്ന് ഞാൻ പറയും. പക്ഷേ മേജർ രവി ഡ്രസ്സ് ഇട്ടുകൊണ്ട് കള്ളുഷാപ്പിൽ നിന്ന്, ആലപ്പുഴയിൽ കള്ളുഷാപ്പിൽ നിന്നല്ലോ മേജർ രവി ഇറങ്ങി വന്നത്. അദ്ദേഹം ജീവന് വേണ്ടി യാചിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു വനിതാ നേതാവ് പ്രസംഗിച്ചില്ലേ, 3 കൂറ തുണി വലിച്ചു കിട്ടിയതാണ് ഇന്ത്യൻ ദേശീയ പതാക എന്ന് പറഞ്ഞ ഒരു നേതാവ് ഇവിടെ ഇപ്പോഴും നടപ്പില്ലേ? ആ സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമപരമായ ശിക്ഷാ നടപടിക്ക് വിധേയയാക്കിയോ? ഈ അരുൺ അവിടെ പോയിരുന്നപ്പോൾ ദേശസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അരുൺ ആ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കണ്ടായിരുന്നു. ഒരു ദുരന്ത മുഖത്ത് ഓടിയെത്തിയ ഒരു റിട്ടയർഡ് മേജർ യൂണിഫോം ഇട്ടത് സൈനിക യൂണിഫോം ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇനി ആർക്ക് വേണമെങ്കിലും പട്ടാളക്കാരൻ്റെ യൂണിഫോം ദുരുപയോഗം ചെയ്യാമെന്ന് പ്രേരിപ്പിച്ചു, സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നു എന്നാണ് പരാതി കൊടുത്ത പട്ടാളക്കാരൻ്റെ ബുദ്ധി. അയാളുടെ ചിന്തകൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നേരെ പോകുന്നതല്ല. ഈ പരാതി കൊടുക്കാനെടുത്ത സമയവും അവ അയക്കാൻ ചിലവിട്ട കാശും ഈ അരുണെന്ന് പറഞ്ഞ റിട്ടയർഡ് പട്ടാളക്കാരൻ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കുപ്പി മിനറൽ വാട്ടർ വാങ്ങിക്കൊടു എന്ന് പറഞ്ഞ് കൊടുത്തളാത്തുന്നത്. യവനൊന്നും കൊടുക്കൂല, അതാണ് പ്രശ്നം. യവനൊക്കെ ഇങ്ങനെ വാചം അടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ പറഞ്ഞ ദുരന്ത മുഖത്തൊന്ന് ചെല്ലുമോ? പോവില്ല. പോകുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള ഡയലോഗുകൾ അടിക്കും. ഇനിയിപ്പോൾ മേജർ പോവുമോ? ആവശ്യമില്ലാതെ പൊല്ലാപ്പ് പിടിക്കുന്ന എന്തിനെന്നേ അദ്ദേഹം കരുതുകയുള്ളൂ. റിട്ടയർ ആയവർ വീട്ടിൽ യൂണിഫോം ഇട്ട ഫോട്ടോ വയ്ക്കാനോ അതുപോലുള്ള കാര്യങ്ങൾ നിരോധിക്കണമെന്ന് ഇപ്പം പല റിട്ടയർഡ് പട്ടാളക്കാരുടെയും കാറുകളിൽ സ്വർണ്ണ നിറത്തിൽ ആർമി എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു വാലിഡിറ്റിയും ഇല്ല. പക്ഷേ ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് പുറകെ വരുന്നവൻ അറിയണം, ഈ കാർ ഒരു പട്ടാളക്കാരനാണ്. രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് പ്രവർത്തിച്ച ഒരു പട്ടാളക്കാരൻ്റെ വണ്ടിയാണ് ഈ മുമ്പ് പോകുന്നതെന്നുള്ള ബഹുമാനം എനിക്കുണ്ടാവാറുണ്ട്. ഞാൻ ആർമി എന്ന് എഴുതിയിരിക്കുന്ന ഒരു കാർ കണ്ടാൽ അതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കില്ല, അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കും. കാരണം ഒരു മുൻ പട്ടാളക്കാരനാണ്. ആ ബഹുമാനമെങ്കിലും ഈ അരുൺകുമാർ കേസ് കൊടുക്കുന്നതിന് മുമ്പ് അരുൺകുമാർക്ക് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 3ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 6-9 വയസ്സ് അങ്ങേറ്റം പോയ റയാൻ എന്ന് പറഞ്ഞൊരു ഒരു കുട്ടി പട്ടാളത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടൊരു കത്തെഴുതി. ആർമിയെ അഭിനന്ദിച്ചുകൊണ്ട് 3ാം ക്ലാസ്സുകാരനായ റയാൻ മിലിറ്ററിക്ക് കത്തയച്ചു. ഇനി ഈ അരുൺ പറയുമെന്തോ, അങ്ങനെയൊന്നും പട്ടാളത്തിൽ കത്തൊന്നും അയക്കാൻ പാടില്ല, ഞാൻ ഈ റയാൻ്റെ പേരിലും കേസ് കൊടുക്കുമെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ആർമിക്ക് നന്ദി പറഞ്ഞ് അവനയച്ച കത്ത് കിട്ടിയപ്പോൾ ആർമിയിൽ നിന്ന് തിരിച്ച് റയാനോട് നന്ദി പറഞ്ഞ് മറുപടി അയച്ചു. സദേൺ കമാൻഡൻറ്റ് ഇന്ത്യൻ ആർമിയാണ് റയാന് അഭിനന്ദനം അറിയിച്ച് കത്തയച്ചത്. യൂണിഫോമിൽ റയാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നാണ് ആ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. 9 വയസ്സുകാരൻ ഒരു 10-21-22 വയസ്സാകുമ്പോൾ എത്ര കാലം എടുക്കില്ലേ? പട്ടാളത്തിൻ്റെ രക്ഷാപ്രവർത്തനം തനിക്ക് പ്രചോദനമായി എന്നാണ് റയാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ ചേരും എന്നും റയാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ നിങ്ങൾ രക്ഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമെന്ന്
ആ 3-ാം ക്ലാസ്സുകാരൻ പറയുന്നു. റയാൻ്റെ ധൈര്യത്തിനും പ്രചോദനത്തിനും 1000 വട്ടം നന്ദി പറഞ്ഞിരിക്കുന്നു പട്ടാളത്തിൽ നിന്ന്. നമുക്കൊരുമിച്ച് നമ്മുടെ രാജ്യത്തെ അഭിമാനകരമാക്കാം എന്നാണ് സൈന്യം കൊടുത്ത മറുപടി. ഇവിടെയാണ് പട്ടാളത്തിൻ്റെ എന്താ പറയുക, യൂണിഫോം ഇട്ടതിൻ്റെ പേരിൽ പ്രതിയാക്കാനും പുച്ഛിക്കാനും ഒക്കെ ചില പൊട്ടന്മാർ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ബ്ലാക്ക് തണ്ടർ പോലുള്ള ഓപ്പറേഷൻസ് നടത്തിയ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് മേജർ രവി. അല്ലാതെ വഴിയെ പോണ നമുക്ക് പുളു അടിച്ചു തരുന്ന പഴയ പട്ടാളക്കാരനെ പോലെ അല്ല. അയാളുടെ ട്രാക്ക് റെക്കോർഡൊന്ന് പരിശോധിച്ച് നോക്കൂ. ബ്ലാക്ക് തണ്ടർ പോലുള്ള ഒരുപാട് ഓപ്പറേഷനിൽ അയാൾ പങ്കെടുത്തിട്ടുണ്ട്. കോമൺ സെൻസിൽ ഇല്ലാത്തവരാണ് മേജർ രവിയെ മോശം പറയുന്നത് എന്ന് ഞാൻ പറയും. രാജ്യം സേനാ മെഡൽ നൽകി ആദരിച്ച ധീരനായൊരു സൈനിക ഓഫീസറാണ് മേജർ രവി. യൂണിഫോമിൽ ദുരന്തമുഖത്ത് മേജർ രവി പോയത് തെറ്റാണ് എന്നാണല്ലോ ഇവരെല്ലാം പറയുന്നത്. അവിടെ പോകാൻ യോഗ്യതയും ധീരതയുമുള്ള ആളല്ലേ അദ്ദേഹം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പട്ടാളക്കാർക്ക് വേണ്ടത്ര ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന ഒരാൾ മലയാളികൾക്കിടയിലില്ല. അദ്ദേഹം ഒരു സിനിമാക്കാരനായതാണോ ഈ പറച്ചിലിന് കാരണം എന്നെനിക്കറിയില്ല. പട്ടാളക്കാർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ നമ്മുടെ സെലിബ്രിറ്റിയിൽ പോകണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതോ ഇതൊരു രാഷ്ട്രീയ നിലപാടാണെന്നും എനിക്കറിയില്ല. മേജറോടുള്ള കലിപ്പ് കൊണ്ടായിരിക്കാം അയാൾ അത് ശരി അവൻ മറ്റേ പാർട്ടിയിലാണ് ഇവനെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണോ എന്നെനിക്കറിയില്ല. രാജ്യവിരുദ്ധ പരിപാടിക്കുമല്ല മേജർ രവി പോയത്. കീർത്തി ചക്രയുടെ പേരിലും പട്ടാളക്കാരെ കീർത്തി ചക്ര എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ പട്ടാളക്കാർ എന്താണ് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാട്ടിത്തന്ന ആളാണ് മേജർ രവി. അതുപോലെ തന്നെ അദ്ദേഹം വിമുക്ത ഭടന്മാരുടെ സംഘടനയിലെ പ്രവർത്തകനാണ്. കോഴിക്കോട് ഡിഫൻസ് പോലുള്ള സംഘാംഗങ്ങൾ ഈ പറയുന്ന രണഭൂമിയിലുണ്ട്. ഈ യുദ്ധക്കളം പോലെ കിടക്കുന്ന ഈ ഉരുൾ പൊട്ടിയിടത്ത് ഇവരുണ്ട്. ഈ ഡിഫൻസ് എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ആൾക്കാരുണ്ട്. മാധ്യമങ്ങൾക്കാണ് കോമൺ സെൻസ് വേണ്ടിയിരുന്നത് എന്ന് ഞാൻ പറയും. കാരണം അവർ ഇതിൻ്റെ ഒരു പ്രചാരകരായി മാറരുതായിരുന്നു. ഇങ്ങനെയൊക്കെ പരാതിയൊക്കെ അയച്ചു എന്ന് പറഞ്ഞാൽ അവനെ രാജാവാക്കി വാർത്തകൾ ചെയ്യരുതായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ റോൾ മോഡലായി കാട്ടേണ്ടയാളെ കൊതിക്കെറിവിലൂടെ മോശക്കാരനാക്കുന്നത് പത്രക്കാരെങ്കിലും മനസ്സിലാക്കണമായിരുന്നു. മിലിറ്ററി ഈവൻറ്റുകൾ അടക്കമുള്ളത് യൂണിഫോം ധരിക്കാമെന്ന നിയമമുണ്ട്. പട്ടാളത്തിൽ നിയമമുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർക്കുള്ള ഈവൻറ്റുകളിലൊക്കെ യൂണിഫോം ഇട്ട് ചെല്ലാം. എന്ന് മാത്രമല്ല അവിടെ വയനാട്ടിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് വിഷമമില്ല. അവർ വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടെയും സ്നേഹത്തോടെയാണ് മേജർ മോഹൻലാലിനെയൊക്കെ സ്വീകരിച്ചത്. പക്ഷേ കണ്ടു നിൽക്കുന്നവർക്കാണ് പ്രശ്നം. ഈ നേരത്തെ പറഞ്ഞ ചെകുത്താന്മാർക്കും ചില റിട്ടയറായി വീട്ടിൽ കുത്തിയിരിക്കുന്ന ചില പട്ടാളക്കാർക്കുമാണ് ചുരുക്ക്. അതുപോലെ തന്നെ പറയുന്നു മേജർ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് സെൽഫി എടുത്തു കളഞ്ഞെന്ന് പറയുന്നു. ഇതിലൊരു ഫോട്ടോ നിങ്ങൾ കണ്ടിരിക്കും. മേജർ നിൽക്കുന്നതിൻ്റെ പുറകെ നിന്ന് ഒരു പട്ടാളക്കാരൻ സെൽഫി എടുക്കുന്നത്. ഇവിടെ സെൽഫിയൊക്കെ ഇങ്ങനെയുള്ള കാലത്ത് അതിലൊന്നും കയറി പിടിക്കല്ലെന്നേ. ട്രാക്ടർ വന്നാൽ കർഷകൻ്റെ ജോലി പോകുമെന്ന് പണ്ട് ഞാൻ വിശ്വസിച്ചിരുന്ന പാർട്ടി പറഞ്ഞതുപോലെ ദീർഘവീക്ഷണമില്ലാത്ത കാര്യങ്ങൾ ഇനി സംസാരിക്കുന്നത്. സെൽഫി എടുക്കാത്ത ആരുണ്ട്? ഈ പരാതി കൊടുത്തവൻ സെൽഫി എടുക്കാത്തവനാണ്. അവൻ നിയമപരമായി നിൽക്കാവുന്നിടത്ത് നിന്ന് മാത്രമാണോ സെൽഫി എടുക്കുന്നത്? മേജർ രവി സെൽഫി എടുത്തതാണ് പ്രശ്നം. ഫോണുള്ളവർ, സെൽഫി എടുക്കാൻ നന്നായി അറിയാവുന്നവർ, അവർക്ക് തോന്നിയാൽ എടുക്കും. അത് പാതകമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമല്ല എന്ന്. കാലം മാറുന്നു പരാതിക്കാരാ. ഫേസ്ബുക്കിലിട്ടാൽ തല വെട്ടുന്ന കുറ്റമൊന്നും ആവില്ല. മേജർ രവി ദുരന്ത ഭൂമിയിൽ നിന്നിട്ട് വയനാട്ടിൽ നിന്നൊരു പടം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ രാജ്യദ്രോഹമാവുമോ? എനിക്ക് മനസ്സിലാവണില്ല. രാജ്യസ്നേഹത്തിൽ, സർവീസിൽ മേജറോളം ആത്മാർത്ഥത ഈ പരാതിക്കാരൻ കാട്ടിയതായി എന്തെങ്കിലും ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കാണിക്കുന്ന രണ്ടും എൻ്റെ ഫോൺ നമ്പറാണല്ലോ. അത് രണ്ടിലും വാട്സാപ്പ് ഉണ്ട്. എനിക്കൊന്ന് അയച്ചാൽ ഈ മേജർ രവിയോളം തന്നെ ആത്മാർത്ഥത കാണിച്ച് ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലത്ത് ഇന്ന കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു തെളിവൊന്നും എനിക്ക് അയച്ചതാണ്. നന്മയെ നന്നായി ഉപയോഗിക്കാൻ പഠിക്കണം എന്നാണ് എനിക്ക് റിട്ടയർ പട്ടാളക്കാരനോട് പറയാനുള്ളത്. 10 ലക്ഷം പട്ടാള കുടുംബങ്ങളും 2.5 ലക്ഷം പട്ടാളക്കാരും ഇവിടെ ഉണ്ട് എന്നാണ് കണക്ക്. അവരുടെ പിന്തുണ എന്തായാലും മേജർ രവിക്കാണ് കിട്ടുന്നത്. റിപ്പബ്ലിക് പരേഡ് പോലെ സെറിമോണിയൽ പ്രോഗ്രാമുകളിൽ റിട്ടയർ ആയവർക്കും ഡ്രസ്സ് ഇടാമെന്നാണ് എന്നോടൊരു പട്ടാളക്കാരൻ പറഞ്ഞത്. ഇയാൾ പറയുന്ന പോലെയൊന്നും അല്ല. ഞങ്ങൾക്ക് റിപ്പബ്ലിക് പരേഡിന് പോകുമ്പോഴും അതുപോലുള്ള പട്ടാളവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് യൂണിഫോം ഇടാനുള്ള അനുവാദം ഉണ്ടെന്ന് അവർ പറയുന്നു. എന്തായാലും
മോഹൻലാലിനോടും മേജർ രവിയോടും അവർ കാണിച്ച നന്മ അല്ലെങ്കിൽ അവരെന്താണ് അവർ ചിന്തിച്ചു വന്നത് എന്ന് മനസ്സിലാക്കാതെ മോഹൻലാലിനെ തെറി വിളിക്കാൻ ഒരു ചെകുത്താനും മേജർ രവിയെ തെറി വിളിക്കാനും അല്ലെങ്കിൽ പരാതി കൊടുക്കാനും എവിടെയെല്ലാം കൊടുക്കാമോ അവിടെയെല്ലാം അതിനെ കടലാസിൻ്റെ, നയനാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കടലാസിൻ്റെ വില പോലും കിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. കാരണം രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ലെങ്കിൽ പട്ടാളത്തിന് അപമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും മേജർ രവിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോയ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് ഈ പരാതി കൊടുത്തത് എന്ന് ആലോചിക്കുമ്പോൾ പട്ടാളത്തിനകത്തും ചക്കളത്തിൽ പോരാട്ടം ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും മോഹൻലാലിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചെകുത്താൻ ഒരു എപ്പിസോഡ് എത്രയും വേഗം എന്നെപ്പറ്റി ചെയ്യുമായിരിക്കും. എൻ്റെ പടമൊക്കെ വെച്ച് ചെയ്യട്ടെ, ഞാൻ പ്രതികരിക്കുകയൊന്നുമില്ല. എന്തു പറഞ്ഞാലും പ്രതികരിക്കില്ല. ഇപ്പോൾ എൻ്റെ ഭാര്യയെ ഞാൻ അടിച്ചുകൊണ്ട് വന്നതാണ്, സിനിമാ നടിയായിരുന്നു, മോശം രീതിയിൽ ബ്ലൂ ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരുത്തൻ എറണാകുളത്തിരുന്ന് വാതോരാതെ എത്രയോ എപ്പിസോഡ് ചെയ്തു. ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നെ തിരുവനന്തപുരത്ത് ഏതോ സിനിമാ സെറ്റിൽ താമസിക്കുന്ന ഹോട്ടലിലിട്ട്, മണക്കാട് ടൂറിസ്റ്റ് വന്ന ഒരു ഹോട്ടലിലിട്ട് ഉടുവസ്ത്രമില്ലാതെ എന്നെ പിടിച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. ഞാൻ പ്രതികരിച്ചില്ല. ഞാൻ തലയുയർത്തി തന്നെയാണ് അപ്പോഴും ജീവിച്ചത്, ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം ഞാൻ കരുതുന്നത് ഞാനൊരാണാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നീയൊക്കെ എന്നെപ്പറ്റി എന്ത് ഇല്ലാ വചനം പറഞ്ഞാലും ഞാൻ വകവയ്ക്കില്ല. അതൊരു അതിർവരമ്പൊക്കെ ലംഘിച്ച് പോവുകയാണെങ്കിൽ എൻ്റെ സമയം മോശം കൊണ്ടോ ഈ പറയുന്ന ജോസ് അലക്സ് എന്ന് പറഞ്ഞ ചെകുത്താൻ എന്ന് വിളിക്കുന്നവൻ്റെ സമയം മോശം കൊണ്ടോ നമ്മൾ ഫേസ് ടു ഫേസ് കാണേണ്ടി വന്നാൽ അപ്പം നമുക്ക് നോക്കാം. അപ്പം ഞാൻ നോക്കും, ഉറപ്പായിട്ടും നോക്കും. എന്നെ പറയാൻ പാടില്ലാത്ത, സഭ്യതയില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം വേറൊരു സത്യം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തെമ്മാടിയോ ഗുണ്ടയൊന്നും അല്ല. എൻ്റെ കയ്യിൽ ബാലേരിയിലുള്ള പോലെ റിവോൾവറും ഇല്ല. എനിക്കാകെ ഉള്ളത് എൻ്റെ ഒരു ചങ്കൂറ്റം മാത്രമാണ്. സിരകളിലോടുന്ന ചുവന്ന രക്തവും ഞാൻ വിശ്വസിക്കുന്ന ഒരു ചുവന്ന കൊടിയും, ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിൽ ആകെ അസറ്റ്. നിനക്ക് എന്നെ പറ്റി പറയാനുള്ള തെറിയെല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ നേരെ വാ നേരെ പോ എന്നുള്ള ആളായതുകൊണ്ട് മേജർ രവിയും മോഹൻലാലിനെയും കേരള സമൂഹം പൊന്നുപോലെ നോക്കുന്ന രണ്ടു പേരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ രണ്ടുപേരെ കരുവാരി തേക്കാൻ ഇറങ്ങിയാൽ നീയൊക്കെ നാറും എന്നുള്ളതല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പുല്ലും സംഭവിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ കണ്ടാൽ പിന്നാക്കം പോകരുത് എന്നാണ് എനിക്ക് മോഹൻലാലിനോടും മേജർ രവിയോടും പറയാനുള്ളത്. കാരണം നിങ്ങളെപ്പോലുള്ള ആർജവമുള്ളവർ ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും ഒന്നിനും ഇടം കൊടുക്കാതെ സംസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന മനസ്സുള്ള രണ്ടുപേരാണ് നിങ്ങൾ. ആ രണ്ടു പേർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം കാണുന്നവരെല്ലാം മോഹൻലാലിനും മേജർ രവിക്കും പിന്തുണ നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.